മോദി സർക്കാരിന്റെ 4.5 വർഷത്തെ ഭരണത്തിൽ രാജ്യത്തിന്റെ കടബാധ്യത 50% വർദ്ധിച്ച് 82 ലക്ഷം കോടി രൂപയിലേക്കായി. ഓരോ പൗരനും അക്കൗണ്ടിൽ 15 ലക്ഷം തരാൻ പറ്റിയില്ല. പകരം ഓരോരുത്തർക്കും കടം 63,000 രൂപ. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ 8 മാസം വാങ്ങിയ കടം വർഷത്തിൽ മൊത്തം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടി. കേന്ദ്ര സർക്കാർ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച തൽസ്ഥിതി റിപ്പോർട്ടിലാണ് കടബാധ്യത ഇരട്ടിയോളം കൂടിയെന്ന വെളിപ്പെടുത്തലുണ്ടായത്. മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മൊത്തം കടം 54.90 ലക്ഷം കോടി രൂപയായിരുന്നു. 2018 സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരം ഇത് 82.03 ലക്ഷം കോടി രൂപയായി. ഓരോ ഇന്ത്യക്കാരന്റെയും കടം 4.5 വർഷം മുമ്പുണ്ടായിരുന്ന 42,000-ൽ നിന്ന് 63,000-ൽ പരം രൂപയായി ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷകൾ കടത്തിവെട്ടി ധനക്കമ്മിയും കൂടുന്നത് സ്ഥിതി വഷളാക്കി. നടപ്പ് സാമ്പത്തിക വർഷം ധനക്കമ്മി 6.24 കോടി രൂപയായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടത്. എന്നാൽ നവംബർ വരെയുള്ള ആദ്യ 7 മാസത്തിൽ തന്നെ ഇത് 114.8% കൂടി 7.17 ലക്ഷം കോടിയായി കൂടിയെന്ന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. പൊതുകടത്തിൽ 51.7% വർധന. രാജ്യത്തിന്റെ പൊതുകടം 4.5 വർഷത്തിൽ 51.7% വർദ്ധിച്ച് 48 ലക്ഷം കോടി രൂപയിൽ നിന്ന് 73.25 ലക്ഷം കോടിയായി. ആഭ്യന്തര കടത്തിലുണ്ടായ 54% വർധനയാണ് പൊതുകടം കൂട്ടിയത്. 68 ലക്ഷം കോടി രൂപയാണ് 2018 സെപ്റ്റംബർ വരെയുള്ള ആഭ്യന്തര കടം. വിദേശകടം 5.25 ലക്ഷം കോടി രൂപയായി. മറ്റു ബാധ്യതകൾ 8.55 ലക്ഷം കോടി രൂപയാണ്. ആഭ്യന്തര കടത്തിൽ ഏറ്റവും വലിയ പങ്ക് കമ്പോളത്തിൽ നിന്നുള്ള കടമെടുക്കലാണ്. ഇത് 57.50% വർദ്ധിച്ച് 52.65 ലക്ഷം കോടി രൂപയായി. പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവയിൽ വർധന വഴി മാത്രം മോഡി സർക്കാരിന് 5 ലക്ഷം കോടി രൂപയാണ് 5 വർഷത്തിനുള്ളിൽ അധികമായി ലഭിക്കുക. ആദായ നികുതി ഉൾപ്പെടെ പ്രത്യക്ഷ നികുതി വരുമാനത്തിലും വർധനയാണ് സർക്കാർ അവകാശപ്പെടുന്നത്. 2017-18 പ്രത്യക്ഷ നികുതി വരുമാനം തൊട്ടുമുൻ വർഷത്തെ അപേക്ഷിച്ച് 18% വർദ്ധിച്ച് 10.2 ലക്ഷം കോടി രൂപയായെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കിയിരുന്നു. ആദായ നികുതി റിട്ടേൺ നൽകുന്നവരുടെ എണ്ണം 5.43 കോടിയിൽ നിന്ന് 6.84 കോടിയായി. GST നടപ്പാക്കിയതോടെ പരോക്ഷ നികുതി വരുമാനത്തിലും കേന്ദ്രത്തിന് നേട്ടമായി. എന്നിട്ടും കേന്ദ്രത്തിന്റെ കടബാധ്യത പെരുകുന്നത് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ കണക്കുകൾ രാഷ്ട്രീയമായി മോദിയെ ഏറെ അലട്ടും. ലോകത്തിലെ മികച്ച സാമ്പത്തിക മുന്നേറ്റമുള്ള രാജ്യമായി ഇന്ത്യ കുതിക്കാനൊരുങ്ങുമ്പോഴാണ് ഈ കണക്കുകൾ നമ്മെ വേട്ടയാടുന്നത്. ഇന്ത്യയെ ഏറെ സാമ്പത്തിക ഭദ്രതയിൽ എത്തിച്ചു എന്ന പേരോടെയായിരുന്നു മൻമോഹൻ സിംഗിന്റെ മടക്കം. പിന്നീട് ഏറെ പ്രതീക്ഷയുണർത്തി വന്ന മോദി ഭരണത്തിലാണ് ഈ വലിയ വീഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.